അപേക്ഷാ സമർപ്പണം ഇന്നലെ അവസാനിച്ചു. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. +1 സീറ്റിനുള്ള അപേക്ഷാ സമർപ്പണം പൂർത്തിയായിട്ടും മലബാറിലെ സീറ്റ് പ്രതിസന്ധി തുടരുന്നു. 2.5 ലക്ഷത്തിനടുത്ത് അപേക്ഷകരുള്ള മലബാറിൽ 2 ലക്ഷം സീറ്റ് പോലുമില്ല. ഏറ്റവും കൂടുതൽ അപേക്ഷകരുള്ള മലപ്പുറത്ത് മാത്രം 14,000-ലേറെ സീറ്റുകളാണ് കുറവുള്ളത്. സംസ്ഥാനത്ത് ആകെ അപേക്ഷകരുടെ എണ്ണത്തിലും വർധനവുണ്ട്. അപേക്ഷകരുടെ എണ്ണത്തിലെ വർധനവ് കൂടുതലും മലപ്പുറത്ത് തന്നെയാണ്. അപേക്ഷകർ വർദ്ധിച്ചതോടെ മലബാറിൽ ഇത്തവണയും സീറ്റ് പ്രതിസന്ധി രൂക്ഷമാകും. +1 അപേക്ഷാ സമർപ്പണം പൂർത്തിയായപ്പോൾ ഇത്തവണ അപേക്ഷകരുടെ എണ്ണം 4,66,960 ആണ്. മലബാറിൽ ആകെയുള്ള സർക്കാർ എയ്ഡഡ് സീറ്റുകളുടെ എണ്ണം 1,09,160 മാത്രമാണ്. അൺഎയ്ഡഡ് സീറ്റുകൾ കൂടി ഉൾപ്പെടുത്തിയാലും മലബാറിൽ സീറ്റ് പ്രതിസന്ധി രൂക്ഷമാകും. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ അപേക്ഷകർ മലപ്പുറത്താണ്. മലപ്പുറത്ത് 82,434 പേരാണ് അപേക്ഷിച്ചിരിക്കുന്നത്. മലപ്പുറത്ത് സർക്കാർ എയ്ഡഡ് മേഖലയിൽ ഉള്ളത് 52,600 സീറ്റുകൾ മാത്രമാണ്. ഇതിനു പുറമെ 11,300 അൺഎയ്ഡഡ് സീറ്റുകളും ഇവിടെയുണ്ട്. ഈ സീറ്റുകൾ കൂടി പരിഗണിച്ചാലും ആകെയുള്ളത് 63,900 സീറ്റുകൾ മാത്രമാണ്. മലപ്പുറത്ത് ആകെയുള്ള VHSC, ITI, പോളിടെക്നിക് സീറ്റുകൾ 48,000 ആണ്. എല്ലാ സാധ്യതകൾ കൂട്ടിയാലും മലപ്പുറത്ത് 14,134 വിദ്യാർത്ഥികൾക്ക് തുടർ പഠനത്തിന് അവസരമില്ല. സംസ്ഥാനത്ത് ആകെ അപേക്ഷകരുടെ എണ്ണത്തിലും വർധനവുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തേക്കാൾ 6,630 അപേക്ഷകരാണ് ഇത്തവണ വർദ്ധിച്ചിരിക്കുന്നത്. മലബാറിൽ മാത്രം 5,509 അപേക്ഷകരാണ് വർദ്ധിച്ചിരിക്കുന്നത്. അപേക്ഷകരുടെ എണ്ണത്തിൽ വർധനവ് ഉണ്ടായിരിക്കുന്നത് മലപ്പുറത്താണ്. കഴിഞ്ഞ വർഷത്തേക്കാൾ 1,512 അപേക്ഷകളാണ് ഇവിടെ വർദ്ധിച്ചത്.